السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് റിയാദു സ്വാലിഹീൻ ക്ലാസ് ഹദീസ് നമ്പർ 187. ബാബുൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക, ചീത്തയായ കാര്യങ്ങളെ കൊണ്ട് വിരോധിക്കുക എന്ന ആ വിഷയത്തിൽ വിശദീകരിച്ചു വന്നുകൊണ്ടുള്ള ഇന്നത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുക, ഒരു വിഭാഗം തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ബാക്കി നിങ്ങൾ അതിൽ കൈകെട്ടി നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ എന്താവും? അങ്ങനെ വിരോധിച്ചെങ്കിൽ ഇത് പാടില്ല, ഇത് ഹറാമ് ചൊന്നെങ്കിൽ വിരോധിച്ചെങ്കിൽ എന്താവും? ഇതൊക്കെ രണ്ടുകൊല്ലൊരു ഉപമയായിട്ട്, ഒരു ഉദാഹരണയായിട്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ച ആ ഒരു ഹദീസായിട്ട് ഇന്നത്തെ ഇതിൽ ചൊല്ലുന്നു. അതായത് ഒരു കപ്പൽ യാത്രക്കാർ ഒരു കപ്പൽ യാത്ര പോണ്ടാണ് കപ്പൽ എടുത്തോട്ടത്, അതല്ലെങ്കിൽ ബാഡികൾ എടുത്തോണ്ട കപ്പൽ. ഈ കപ്പലിൽ എന്താ കുറെ ആൾക്കാർ അങ്ങനെ ഒരു യാത്ര പോണത്. അപ്പൊ ഈ യാത്ര പോകുമ്പോഴത്തേക്കു അടിയിൽ തട്ടുണ്ട്, മേലെ തട്ടുണ്ട്. അപ്പൊ ഏത് തട്ടിലായിട്ട് ദഹിക്കേണ്ടത്? അപ്പൊ അങ്ങ പേരെന്തിട്ട് നറുക്കിട്ടത്. അപ്പൊ നറുക്കിട്ടിട്ടാകുമ്പോൾ കൊറേ അലസിയിട്ട് കീറ് വന്നിട്ട് കൊറേ അലസിയിട്ട് മേലത്തെ തട്ടിലും വന്നു. അങ്ങനെ മേലത്തെ തട്ടിലും വന്നിട്ട് അങ്ങനെ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നടുക്കടലിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കീഴുന്ന ആൾമാർ മേൽ പണ്ടത് എന്തിനേക്ക് പണ്ട് തന്നിന്റെ ആവശ്യത്തിന് അങ്ങ് മേൽ പണ്ട്. അപ്പൊ ആ മേൽ പറയുമ്പോഴത്തേ ഇതിന്റെവോ ഇങ്ങനെ ഇങ്ങനെ മേൽ വന്നോണ്ടിരിക്കല് എന്ന് അങ്ങനെ മനസ്സിൽ ഒരു വെറുപ്പ് തോന്നിട്ടാകുമ്പോ ഈ കീഴ്ത്ത ആൾമാർ എന്താക്കിയത്, ഞങ്ങൾ ഇപ്പൊ മേൽ പോയത് അങ്ങൊരു കഷ്ടം വേണ്ട, ഞങ്ങൾക്ക് തന്നിയുടെ ആവശ്യമല്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇന്നൊന്ന് കപ്പലെ ഒട്ടയാക്ക തന്നി ഉന്തത്തൂടെ മിക്കിട്ടല്ലേ എന്ന് അങ്ങ് കപ്പലിന്റെ ഒട്ടയാക്കിയെങ്കിൽ അതിനെ കൊത്തിട്ട് അടിഭാഗത്ത് ഒട്ടയാക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാവും? അങ്ങനെ ഒട്ടാക്കുക അങ്ങ് പത്തായിട്ടാകുമ്പോൾ മേൽഭാഗത്ത് ഇരുന്നറിയേ ഒട്ടയാക്കിറാണ്ട, നീ കപ്പൽ ഒട്ടാക്ക, ഞങ്ങൾ എല്ലാവരും ഒട്ടും മുങ്ങിപ്പോവാം. അപ്പൊ അങ്ങനെ കൈപ്പിടിച്ചത് ചെയ്യണ്ടെന്ന് ചെന്നിട്ട് അവിടെ തടഞ്ഞു വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും സലാമത്താവും. അതേ സമയത്ത് അങ്ങ് ഒട്ടാക്കട ആക്കട്ടെ അങ്ങനെ ഇഷ്ടം ചെന്നിട്ട് ഇങ്ങനെ മുണ്ടാൻ തെച്ചെങ്കിലോ കീഴ്ത്തങ്ങം മേൽത്തങ്ങം മുങ്ങി ഹലാക്കപ്പെട്ടു. ഇതുപോലെ ആയിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൈക്കട്ടി നോക്കി തെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുടെ ലഅനത്ത് അങ്ങ് എല്ലാവർക്കും ലഭിക്കും. അതേ സമയത്ത് വിരോധിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങ് എല്ലാവർക്കും രക്ഷപ്പെടുക, അതായത് ദോഷം ചെയ്തെങ്കിൽ അത് കിട്ടും. അതേ സമയത്ത് അള്ളാഹുടേതായ ശിക്ഷ അങ്ങനെയിലേക്ക് ഇറങ്ങല. ഈ ഒരു സംഭവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഹദീസ് നാലാമത്തെ ഹദീസ് അനി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിവരിക്കുന്നത്, മസലുൽ ഖായിമി ഫീ ഹുദൂദില്ലാ, അള്ളാഹുവിൻ്റെതായ ഹദ്ദുകളിൽ നിൽക്കുന്നവന്റെ ഉദാഹരണം. അള്ളാഹുവിന്റെ ഹദ്ദുകളിൽ ചെന്നെങ്കിൽ അതിർത്തി, ഹുദൂദ്, അതായത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ, ആ വിരോധിച്ച കാര്യങ്ങളിൽ അതില് എന്തായിട്ട് അള്ളാഹുടെ ഹദ്ദുകളിൽ ചെന്നെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ, ആ വിരോധിച്ച കാര്യങ്ങൾ വിരോധിക്കണം എന്നർത്ഥം. അപ്പൊ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് പാടില്ല എന്ന് വിരോധിക്കുന്ന ആളുമാറും. ആ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരും. അപ്പോൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യുമ്പോഴത്തത് അത് ചെയ്യേണ്ട എന്ന് വിരോധിക്കണം. ഇങ്ങനെ ഉദാഹരണം കമസലി കൗമി, ഒരു വിഭാഗത്തെ പോലെ, ഇസ്തഹമു അലാ സഫീനത്തിൻ, അവർ ഒരു കപ്പലിന്റെ മേൽ നറുക്കിട്ടു. കപ്പലിന്റെ മേൽ നറുക്കിട്ടെന്ന് ഈ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ മേലാറ് തേക്കണേ കീഴാറ് തേക്കണേ അങ്ങനെ ചീട്ടിട്ട് പേരെന്തിട്ട് ചീട്ടിട്ടിട്ട് ആ ചീട്ട് പ്രകാരം ബന്ധ പ്രകാരം തെച്ചത് മേലും കീഴും. ഫസ്വാറ ബഅ്ദുഹും അഅ്ലാ, ചിലർക്ക് മേലത്തെ തട്ടായി കിട്ടിയത്, വബഅ്ദുഹും അസ്ഫല, ചിലർക്ക് കീഴത്തെ തട്ടായി. വകാനല്ലദീന ഫീ അസ്ഫലിഹാ ഇദസ്തഖൗ മിനൽ മായി മർറു അലാ മൻ ഫൗഖഹു. അപ്പൊ കീഴത്തെ തട്ടിൽ നിന്നാണ് തന്നിയുടെ ആവശ്യത്തിന് പറയുമ്പോൾ മേലത്തെ തട്ടിൽ വന്ന് അങ്ങനെ ഇടയിലൂടെ ആക്കിയിട്ട് നടന്നുകൊണ്ട് ഫഖാലു, അപ്പൊ അങ്ങനെ ചൊന്നത്, ലൗ അന്നാ ഖറഖനാ ഫീ നസീബിനാ ഖർഖൻ, ഞങ്ങൾക്ക് കീഴത്തെ തട്ടല്ലേ ഓതിക്കിട്ട് ഞങ്ങളെ നസീബ് ഞങ്ങളെ ഓതിയതല്ലേ. അപ്പൊ ഈ കീഴത്തെ തട്ടിൽ ഞങ്ങൾ ഒട്ടയാക്കിയിട്ടുണ്ടെങ്കിൽ
വലം നുതി മം ഫൗഖന മേൽത്തങ്ങൾക്ക് ഞങ്ങൾ ഇടങ്ങേറാക്കുകയില്ല. അങ്ങനെ അവിടെ എത്തിച്ചുകൊണ്ടുള്ളത്. ഫൈൻ തറക്കൂഹും വമാ അറാദു ഹലകൂ ജമീഅൻ. ഫൈൻ തറക്കൂഹും ഈ ഒട്ടയാക്കവും ഭർത്തായങ്ങളെ മേൽത്തങ്ങ് ബുട്ടുമുട്ടാറുണ്ടെങ്കിൽ വമാ അറാദു അങ്ങ് ഉദ്ദേശിച്ച ഒന്നോട് കൂടി അങ്ങ് എന്താ ഉദ്ദേശിച്ചത്? കപ്പൽ ഒട്ടയാക്കുമല്ലേ, ആ തന്നികമാനായിട്ട് ആ ഒട്ടയാക്കലോട് കൂടെ അതിരെ അങ്ങനെ അവിടെ ഒട്ടയാക്കനെ കാക്കട്ടെ എന്ന് ഉദ്ദേശിച്ചെങ്കിൽ ബുട്ടുമുട്ടെങ്കിൽ ഹലകൂ ജമീഅൻ എല്ലാവരും നശിഞ്ഞു കൊണ്ടത്. വൈൻ അസദു അല ഈദിയും അങ്ങനെ കൈ ഇങ്ങ പിടിച്ചെങ്കിലോ കൈ പിടിച്ചോന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യണ്ട, ഒട്ടാക്കോ തീര കപ്പലൊട്ടാക്കി അങ്ങനെ നശിഞ്ഞു പോവാ എന്ന് കൈ പിടിച്ചാറുണ്ടെങ്കിൽ നജോ വൈൻ അസദു അല ഈദിയും നജോ അങ്ങ് രക്ഷപ്പെട്ടത്. വ നജോ ജമീഅൻ എല്ലാവരും രക്ഷപ്പെട്ടത്. കീഴ്ത്തങ്ങ് രക്ഷപ്പെട്ടത്, മേൽത്തങ്ങ് രക്ഷപ്പെട്ടത്. റവാഹുൽ ബുഖാരി. അതിലെ വിശദീകരണം അൽ ഖായിമി ഫി ഹുദൂദില്ലാഹി തആല അല്ലാഹുവിന്റെ ഹദ്ദുകളിൽ നിന്ന് പോരുന്നവർ എന്നതിലെ അർത്ഥം മഅനാഹു അൽ മുൻകിരി ലഹാ അതിനെ വിരോധിക്കണം, അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങളെ വിരോധിക്കണം. പിന്നെ അൽ ഖായിമി ഫി ദഫിയ വ ഇസാലത്തിയ മുൻകറായ കാര്യങ്ങളെ തടയുന്നതിലും നീക്കുന്നതിലും നിന്ന് പോരുന്നവർ. ഇത് ഹറാം, ഇത് പാടില്ല ചൊല്ല വിഭവം. വൽ മുറാദു ബിൽ ഹുദൂദ് ഈ ഹദീസിൽ ഫി ഹുദൂദില്ലാത്തല്ലേ ആ ഹുദൂദ് എന്നതിന്റെ ഉദ്ദേശം മാനഹല്ലാഹു അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ. ഇസ്തഹമു ഇഖ്തറഹു ഇതിൽ ഇസ്തഹമു എന്ന പദം ഉപയോഗിക്കുന്നത് അതിനർത്ഥം ഇഖ്തറഹു അങ്ങനെ അർക്കിട്ട് പേരെഴുതിട്ട് ചീട്ടെടുത്തത് എന്നാണ്. ഹദീസ് നമ്പർ 188 അൽ ഖാമിസ് ഈ ബാബിലെ 5ാമത്തെ ഹദീസ്. അൻ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് റിപ്പോർട്ടാക്കുന്നത്. അതായത് ഇവിടെ പേര് ഹിന്ദ് ബിൻത് അബി ഉമയ്യ, അബൂ ഉമയ്യയുടെ മോൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂ ഉമയ്യയുടെ മോനായ ഹിന്ദ് ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീനായിട്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പെഞ്ഞൈ ഐമ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും റിപ്പോർട്ടാക്കുക. അന്നഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നഹു യുസ്തഅമലു അലൈക്കും ഉമറ നിശ്ചയമായിട്ടും നിങ്ങളുടെ മേൽ ചില അമീറന്മാരെ നിയമിക്കപ്പെടും. അതായത് കുറെ കാലം നിങ്ങളുടെ മേലെ നിങ്ങൾക്ക് എന്താക്കുന്ന അധികാരികൾ നേതാക്കന്മാർ അങ്ങ് ബണ്ടർ ഫതൈരിഫൂന വതൻകിറൂന ഫതൈരിഫൂന വതൻകിറൂന അങ്ങനെ നിന്നുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ അറിയണത് ചിലതിനെ നിങ്ങൾ നിഷേധിക്കണം. ചൊന്നെങ്കിൽ അങ്ങനെ ചെയ്തതായ ചില കാര്യങ്ങൾ സറോട്ട് ഒത്തു അതാ ഫതൈരിഫൂന അത് നിങ്ങൾക്ക് പരിചയമുള്ളത് അത് ഗൊന്ത് അത് തെറ്റ് അത് നല്ല കാര്യമെന്ന് നിങ്ങൾ സമ്മതിക്കണമെങ്കിൽ കാര്യം. മറ്റു ചിലതോ തുൻകിറൂന നിങ്ങൾ നിഷേധിക്കണമെങ്കിൽ കാര്യങ്ങൾ. അപ്പൊ നല്ലതും ചെയ്യാറും വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യും. ഫമൻ കരിഹ ഫഖദ് ബരിഅ. അപ്പൊ ഇത് നേതാക്കന്മാരല്ലേ, രാജ്യത്തെ രാജാക്കന്മാരല്ലേ. അപ്പൊ ഒരുത്തൻ അതിനെ വിരോധിച്ച കൽബ് കൊണ്ട് വെറുത്താൽ ഫഖദ് ബരിഅ അവൻ ഒഴിവായി. പിന്നെ അങ്ങനെ ചെയ്യുമ്പോ അത് നല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ എന്നാ വശിപ്പെട്ടല്ല അതിലവൻ വിരോധിച്ച കൽബ് എന്താലും അറിയിക്കണം ഇതൊക്കെ ചെയ്യണം എന്ന് കൽബ് കൊണ്ടത്. ഫമൻ കരിഹ വർത്തം വിരോധിച്ചാൽ ഫഖദ് ബരിഅ അവൻ ഒഴിവായി. ഒമൻ അൻകറ ഒരുത്തൻ നിഷേധിച്ചാലെങ്കിൽ ഇത് പാടില്ല ഇത് തെറ്റെന്ന് വായിക്കൊണ്ട് ചൊന്ന ഫഖദ് സലിമ അവന് രക്ഷപ്പെട്ടു. വലാകിൻ പക്ഷേ മൻ റളിയ ഒരുത്തൻ തൃപ്തിപ്പെട്ടാൽ വതാബഅ അവരോട് പിൻപറ്റിയാൽ, അതായത് ഈ നേതാക്കന്മാർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തൃപ്തിപ്പെട്ട് അത് നല്ലായിട്ട് ഭാര്യ കൊസിയായിട്ട് അതിനെ പിന്തുടർന്ന് പോയാൽ കണ്ടെങ്കിൽ ഖാലു അപ്പൊ സഹാബകൾ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ അലാ നുഖാതിലു ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യട്ടെ. അത്തരം ആൾക്കാരെ അങ്ങനെ അധികാരത്തിൽ നിന്ന് വലിച്ചെടുക്കട്ടെ കാലം അല്ലെ. അങ്ങനെ ഇപ്പൊ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള നല്ല കാര്യങ്ങളും ചെയ്തത്. അപ്പൊ ഞാൻ അങ്ങോട്ട് വിരോധിക്കട്ടെ കാലല്ല. അപ്പൊ നബി എന്ത് വേണം നീ അങ്ങോട്ട് യുദ്ധത്ത് വേണം മാ അഖാമു ഫീകും സ്വലാത്ത അങ്ങനെ നിങ്ങളിൽ നിസ്കാരത്തിന് നിലനിർത്തുമ്പോലെല്ലാം റവാഹു മുസ്ലിം. അപ്പൊ അങ്ങ് നിസ്കരിച്ചോണ്ടിരിക്കും. അപ്പൊ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് യുദ്ധാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താവും? മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം യുദ്ധാക്കിയിട്ട് പിന്നെ രാജാവ് ഒന്നാണ്ട് കൊല്ലുവരല്ല എന്തെങ്കിലും അധികാരത്തെ വലിച്ചിട്ട് പിന്നോട്ട് അപ്പൊ കണ്ടിട്ട് യുദ്ധക്കാലം മാറിക്കും. അപ്പൊ ഇതൊക്കെ സമയാത്തീരു എന്നല്ലാണ്ട് ഇവിടെ എന്താവില്ലേ മുസ്ലിമീങ്ങളെ കാര്യം അത്
പിന്നെ കഷ്ടത്തിലാണ്, രാജ്യത്തെ കാര്യത്തിന് കഷ്ടത്തിലാണ്. അല്ലെ, ഇപ്പൊ രാജാക്കന്മാർ നല്ല നിലക്ക് രാജ്യം ഭരിച്ച മാത്രം അനുയായികൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം, തിന്നുകൊള്ളത് കിട്ടും, തന്നി കിട്ടും, അങ്ങനെ രാജ്യത്തെ സൗകര്യങ്ങളുണ്ടാവും. അതേ സമയത്ത് ഇത് കഴിച്ചു പറിക്കുകയും യുദ്ധാക്കോ സുറായിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ ആൾമാറും സംകഷ്ടത്തിലാവുക. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ നിസ്കാരത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അങ്ങനെ ഇട്ട് നിങ്ങൾ യുദ്ധാക്കോ പോകണ്ട. അപ്പൊ ഇതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബ് കൊണ്ട് വെറുത്താൻ കണ്ടെങ്കിൽ അവർക്ക് തെറ്റില്ല. അതേ സമയത്ത് നാവ് കൊണ്ട് വിരോധിച്ചവനെങ്കിലോ അവൻ രക്ഷപ്പെട്ട. ഇനി ഇത് രണ്ടല്ലാത്ത പിന്നൊന്നേത് അങ്ങോട്ട് പിന്തുടർന്ന് കണ്ടെങ്കിലോ അത് മൂന്ന് അക്കൂട്ടത്തിൽ ചേരിയവനല്ലേ. അപ്പോ നല്ല കാര്യങ്ങൾ ചെയ്തവങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്ത രാജാക്കന്മാർ, അമീറന്മാർ. അപ്പൊ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് തെറ്റ് എന്ന് ചൊല്ലുള്ള പിന്നെ ധൈര്യമായിട്ട് അവിടെ വേണ്ടത്. അതുകൊണ്ടായിട്ട് ഇങ്ങനെ ഒരു ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു ജയിലിട്ട് അടിച്ചത്, ഇമാം ഷാഫി റളിയല്ലാഹു ജയിലിട്ടത്. എന്ത് പണ്ടത്തെ കാലത്തെ രാജാക്കന്മാർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് തെറ്റ്, ഇത് പാടില്ല, ഇങ്ങനെയല്ല, ദീന്റെ നിയമം ഇങ്ങനെയെന്ന് ചൊന്നത് കൊണ്ടായിട്ടില്ല. ഇനി അതാ റവാഹു മുസ്ലിം മഅന മൻ കരിയ ബിഖൽബിഹി വലം യസ്തതി ഇൻകാറൻ ബിയദിൻ വലാ ലിസാനിൻ ഫഖദ് ബരിഅ മിനൽ ഇസ്മ. ഈ ഹദീസിലെ വിവരിക്കല് ഒത്തം കൽബ് കൊണ്ട് വെറുത്താൻ ചൊന്തല്ലേ, അത് ഒത്തം കൽബ് കൊണ്ട് വെറുത്ത, പക്ഷെ അവന്റെ കൈ കൊണ്ടിട്ടോ നാവ് കൊണ്ടിട്ടോ അതിന് എതിർപ്പോവന് സാധിച്ചില്ല എന്നാൽ അവൻ തെറ്റിൽ നിന്ന് ഒഴിവായി എന്നർത്ഥം. ഫഖദ് ബരിഅന്റെ ഹദീസിൽ ചൊന്തല്ലേ, അവൻ ഒഴിവായവനാണ്, കുറ്റത്തിൽ നിന്ന്, തെറ്റിൽ നിന്ന്, ദോഷത്തിൽ നിന്ന് അവൻ ഒഴിവായവനാണ്. അവൻ ചെയ്യേണ്ട അവന്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിച്ച. കൽബ് കൊണ്ട് വെറുക്കുക എന്നുള്ളത് അവനെ കൊണ്ട് സാധിക്കും. ഒമൻ അങ്കറബി അസബി താക്കത്തി, ഇവർത്തം കഴിവനുസരിച്ച് നിഷേധിച്ചെങ്കിലോ അവർക്ക് നാവിൽ ചൊല്ലുകയിൽ ഇത് ഹറാമുണ്ട് അങ്ങനെ ചൊന്ന എന്നാ ഫഖദ് സലിം, അവൻ രക്ഷപ്പെട്ട മിനാദിൽ മോശം, ഈ ദോഷത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ തൃപ്തി കൊണ്ട്, അങ്ങനെ ഈ പ്രവൃത്തി കൊണ്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെ പിൻപറ്റുകയും ചെയ്താൽ അവൻ ദോഷം ചെയ്തവനാണ് എന്നായിട്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ നിന്നും വിവരിച്ച രണ്ട് ഹദീസായിട്ട് ഞാൻ വിവരിച്ചത്. രണ്ട് ഹദീസുകളിലും ഒന്നാമത്തെ ഹദീസിൽ ഒരു കപ്പലിന്റെ ഉപമയാക്കി നല്ല കാര്യങ്ങളെ കടുപ്പിക്കുകയും ചീത്തയായ ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഹറാമ് എന്ന് എതിർക്കിടോ സമുദായം അവിടെ മുൻകിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ ആൾമാരെല്ലാവരും രക്ഷപ്പെട്ടതുപോലെ ആ രായത്തിന് മുഴുവനും രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിലോ അള്ളാഹുടെ ലയനത്ത് പറയുമ്പോൾ എല്ലാവർക്കും ആ ലയനത്തായിട്ട് അള്ളാഹുടെ ശിക്ഷ ആ രായത്തിന് മൊത്തമായിട്ട് കയറുന്നുണ്ട്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഹറാമ് എന്ന് എതിർക്കിട ആൾമാരുടെ ഗുണം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ കൊടുത്തട്ടെ, സജ്ജനങ്ങളിൽ കൊടുത്തട്ടെ, ഞങ്ങളൊക്കെ ദോഷങ്ങളെല്ലാം പുറത്തു തരട്ടെ. ദുആ വസിയത്തോടു കൂടെ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ പുതിയ ആൾമാരെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, നിങ്ങളെ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് കടത്തിയിട്ടും പ്രചരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.